വൈറ്റില ഹബ്ബിലെ സിഗ്നലിൽ കുടുങ്ങിക്കിടക്കുന്ന ബസ്സിനുള്ളിലെ ചൂട് അസഹനീയമായിരുന്നു. വൈകുന്നേരത്തെ വെയിൽ ചില്ലിലൂടെ അരിച്ചെത്തി ആദിത്യന്റെ വലതു കൈയിൽ പൊള്ളലേൽപ്പിച്ചുകൊണ്ടിരുന്നു. ആലപ്പുഴയിലെ വീട്ടിലെ വരാന്തയിലിരുന്ന് കസാരയിൽ നിന്ന് വീശുന്ന കാറ്റേൽക്കുന്ന സുഖം ഓർത്തപ്പോൾ അവന് നെടുവീർപ്പിടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എറണാകുളം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യന്ത്രശാലയായിരുന്നു. നിർത്താതെ ഓടുന്ന വാഹനങ്ങൾ, ആരുടെയും മുഖത്തു നോക്കാതെ പായുന്ന മനുഷ്യർ, കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂട്. ജോലി കിട്ടി എറണാകുളത്തെത്തിയിട്ട് ഇന്നേക്ക് കൃത്യം 30 ദിവസം, ഒരു മാസം. പക്ഷെ അവന് തോന്നിയത് ഒരു യുഗം കഴിഞ്ഞുപോയതുപോലെയാണ്. പാലാരിവട്ടത്തെ സ്റ്റാർ ലോഡ്ജ് എന്നു പേരുള്ള, എന്നാൽ നക്ഷത്രങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ പഴയ കെട്ടിടത്തിന്റെ 3-ാം നിലയിലായിരുന്നു അവന്റെ താമസം. ബസ് പാലാരിവട്ടത്തെത്തിയപ്പോൾ സമയം 7 കഴിഞ്ഞിരുന്നു. തിരക്കിനിടയിലൂടെ ഉന്തിയും തള്ളിയും അവൻ പുറത്തിറങ്ങി. ഷർട്ട് വിയർപ്പിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. റോഡ് മുറിച്ചു കടന്ന് ലോഡ്ജിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ആ ദിവസത്തെ കണക്കുകൾ ഓടുകയായിരുന്നു. ശമ്പളം കിട്ടിയിട്ടില്ല, കയ്യിലുള്ള പണം തീരാറായിരിക്കുന്നു. ലോഡ്ജിലെ വാടക, ഭക്ഷണം, വണ്ടിക്കൂലി എല്ലാം കൂടി താങ്ങാവുന്നതിലും അപ്പുറമാണ്. ലോഡ്ജിന്റെ ഇടുങ്ങിയ പടികൾ കയറി മുകളിലെത്തി. നീളത്തിലുള്ള ഇടനാഴി. ഓരോ മുറിയിൽ നിന്നും ടിവിയുടെ ശബ്ദവും ഉച്ചത്തിലുള്ള സംസാരങ്ങളും കേൾക്കാം. ആദിത്യന്റെ മുറി 304. അവൻ കീയെടുത്ത് പൂട്ടു തുറന്നു. മുറിക്കുള്ളിൽ വായുസഞ്ചാരം തീരെയില്ലായിരുന്നു. ഫാൻ ഇട്ടപ്പോൾ കിരുകിര എന്ന ശബ്ദത്തോടെ അത് കറങ്ങാൻ തുടങ്ങി. കട്ടിലിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് അവൻ ഷർട്ട് അഴിച്ചു മാറ്റി. ബാത്റൂം ഷെയറിംഗ് ആയിരുന്നു. അതാണ് ആ ലോഡ്ജിലെ ഏറ്റവും വലിയ ദുരിതം. കുളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട അവസ്ഥ. അന്നും പതിവ് പോലെ 2 പേർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് ലേറ്റായല്ലോ, തൊട്ടടുത്ത മുറിയിലെ ബാബുച്ചേട്ടൻ അവനോട് ചോദിച്ചു. അതെ ചേട്ടാ, ബ്ലോക്കായിരുന്നു, അവൻ ക്ഷീണത്തോടെ മറുപടി പറഞ്ഞു. കുളി കഴിഞ്ഞു വന്ന് കിടന്നിട്ടും അവന് ഉറക്കം വന്നില്ല. താഴത്തെ റോഡിലൂടെ ചീറിപ്പായുന്ന ബൈക്കുകളുടെ ശബ്ദം, തൊട്ടപ്പുറത്തെ മുറിയിലെ ആരുടെയോ കൂർക്കം വലി. ഇതിനൊരു മാറ്റം വേണം, ഇവിടെ നിന്നാൽ ശരിയാകില്ല, മനസ്സിൻ്റെ സ്വസ്ഥത പോകും. വാടക കുറഞ്ഞ, കുറച്ചുകൂടി സ്വകാര്യതയുള്ള ഒരിടം കണ്ടെത്തണം. ടൗണിൽ തന്നെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വാടകയും കൂടുതലായിരിക്കും. ടൗണിൽ നിന്ന് കുറച്ച് മാറിയാലും കുഴപ്പമില്ല, യാത്ര ചെയ്യാൻ ബസ് സൗകര്യമുണ്ടായാൽ മതി. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. ആദിത്യൻ നേരത്തെ എഴുന്നേറ്റു. ഇന്ന് വീടന്വേഷണമാണ് ലക്ഷ്യം. പല ബ്രോക്കർമാരെയും വിളിച്ചു. പലരും ചോദിക്കുന്നത് ഭീമമായ തുകയാണ്. ചിലർക്ക് ഫാമിലിയെ മാത്രമേ വേണ്ടൂ. ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാൻ പലർക്കും മടി. ഉച്ചവരെ അലഞ്ഞു തിരിഞ്ഞ് അവൻ ഇടപ്പള്ളിയിലെ ഒരു ചെറിയ ചായക്കടയിൽ കയറി. നല്ല ക്ഷീണം. ഒരു ചായയും പരിപ്പുവടയും പറഞ്ഞു. തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സ് തോന്നിക്കുന്ന ശാന്തനായ ഒരു യുവാവ്. ഇളം നീല ഷർട്ടാണ് വേഷം. മുന്നിലെ പ്ലേറ്റിൽ പാതി കഴിച്ച ഒരു ദോശ ഇരിപ്പുണ്ട്. അയാൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദിത്യൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഒരു ബ്രോക്കറാണ്. ഹലോ, പറഞ്ഞോളൂ. 6000മോ? അത് ഇത്തിരി കൂടുതലാണ് ചേട്ടാ, അത്രയും പറ്റില്ല. സിംഗിൾ റൂമാണെങ്കിലും മതിയായിരുന്നു. ശരി. ഫോൺ വെച്ചപ്പോൾ ആദിത്യൻ നിരാശനായി തലയിൽ കൈവച്ചു. അപ്പോഴാണ് എതിർവശത്തിരുന്ന യുവാവ് അവനെ ശ്രദ്ധിച്ചത്. അയാളൊന്ന് പുഞ്ചിരിച്ചു. വീടന്വേഷിക്കുകയാണോ? അയാൾ ചോദിച്ചു. ശബ്ദം വളരെ മൃദുവായിരുന്നു. ആദിത്യൻ തലയാട്ടി. അതെ ചേട്ടാ, എറണാകുളത്ത് വീട് കിട്ടാൻ എത്ര പാടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്. ശരിയാണ്, ഞാനും കുറേ അലഞ്ഞതാണ്, അയാൾ പറഞ്ഞു. എൻ്റെ പേര് സിദ്ധു, IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദിത്യൻ. സിദ്ധു ചായ ഗ്ലാസ് കയ്യിലെടുത്തു. ഞാനിപ്പോൾ ഒരു വീട് ഒപ്പിച്ചിട്ടുണ്ട്. ടൗണിലല്ല, കുറച്ച് മാറിയാണ്, ചേരാനല്ലൂർ ഭാഗത്ത്. പഴയൊരു വീടാണ്, പക്ഷേ അത്യാവശ്യം സൗകര്യമുണ്ട്. വാടകയും കുറവാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ വീട് ഇത്തിരി വലുതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വാടക ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആദിത്യന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാം. അത് കേട്ടപ്പോൾ ആദിത്യന് മരുഭൂമിയിൽ വെള്ളം കിട്ടിയതുപോലെ തോന്നി. അതിനെന്താ, നമുക്കിപ്പോൾ തന്നെ പോയി നോക്കിയാലോ, അവൻ ആവേശത്തോടെ പറഞ്ഞു. ഷുവർ, ഞാനും അങ്ങോട്ട് പോവുകയായിരുന്നു. അവർ 2 പേരും കൂടി കടയിൽ നിന്നിറങ്ങി. സിദ്ധുവിൻ്റെ ബൈക്കിലായിരുന്നു യാത്ര. നഗരത്തിൻ്റെ തിരക്കുകൾ പതിയെ മാറിത്തുടങ്ങി. കണ്ടെയ്നർ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പാടങ്ങളും ചെറിയ തോടുകളുമുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്ക് അവർ പ്രവേശിച്ചു.
തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ ആദിത്യന് വല്ലാത്തൊരാശ്വാസം തോന്നി. ഇവിടെ ശാന്തമാണ്, സിദ്ധു വണ്ടി ഓടിക്കുന്നതിനിടയിൽ പറഞ്ഞു. സിറ്റിയിലെ ബഹളമൊന്നും ഇവിടെ എത്തില്ല. വഴി അല്പം മോശമായിരുന്നു. ടാറിട്ട റോഡിൽ നിന്ന് മാറി ഒരു ഇടവഴിയിലൂടെ അവർ മുന്നോട്ടു പോയി. വഴിക്കിരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. സൂര്യപ്രകാശം പോലും മണ്ണിലേക്ക് വീഴാൻ മടിക്കുന്നതുപോലെ. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ ബൈക്ക് നിന്നു. ഇതാണ് സ്ഥലം, സിദ്ധു പറഞ്ഞു. അതൊരു പഴയ തറവാട് മാതൃകയിലുള്ള വീടായിരുന്നു. ഓടുമേഞ്ഞ മേൽക്കൂര, വരാന്തയ്ക്ക് ചുറ്റും ഇരുമ്പ് ഗ്രില്ലുകൾ. മുറ്റം നിറയെ ഉണങ്ങിയ ഇലകൾ വീണ് കിടക്കുന്നു. വീടിന് ചുറ്റും കാട് പിടിച്ച പറമ്പാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു വീടുണ്ടെങ്കിലും അത് മരങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. വീട് പഴയതാണ്, പക്ഷേ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. സിദ്ധു കീ എടുത്ത് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറക്കുമ്പോൾ ഉണ്ടായ തുരുമ്പിന്റെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. അവർ മുറ്റത്തുകൂടി നടന്നു. വീടിന്റെ മുൻവാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വിശാലമായ ഹാൾ. തറയിൽ മൊസൈക്ക് ഇട്ടിട്ടില്ല, സിമന്റാണ്. പക്ഷെ നല്ല മിനുസമുണ്ട്. ചുമരുകൾക്ക് ഇളം മഞ്ഞ നിറമാണ്. അവിടെവിടെയായി പെയിന്റ് ഇളകിയിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുണ്ട്. ഒന്നെനിക്കും ഒന്ന് ആദിത്യനും എടുക്കാം. അടുക്കള പുറകുവശത്താണ്. സിദ്ധു വീട് പരിചയപ്പെടുത്തി. ആദിത്യൻ മുറികൾ പരിശോധിച്ചു. ജനലുകൾ തുറന്നപ്പോൾ പുറത്തെ പറമ്പിലെ കാഴ്ച കണ്ടു. കാറ്റിൽ മരച്ചില്ലകൾ അനങ്ങുന്നു. ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. ഫാനില്ലെങ്കിൽ പോലും സുഖമായി കിടന്നുറങ്ങാം. വീടെനിക്കിഷ്ടപ്പെട്ടു സിദ്ധു. ഇത്രയും നല്ലൊരു സ്ഥലം ഈ വാടകയ്ക്ക് കിട്ടില്ല, ആദിത്യൻ പറഞ്ഞു. അപ്പോൾ തീരുമാനമായില്ലേ? ഇതിന്റെ ഓണർ രാഘവൻ നായർ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് താമസം. നമുക്ക് പോയി സംസാരിക്കാം, സിദ്ധു പറഞ്ഞു. അവർ വീട് പൂട്ടി പുറത്തിറങ്ങി. തൊട്ടടുത്തുള്ള ചെറിയ മതിലിനപ്പുറത്തേക്ക് നടന്നു. അവിടെ ഒരു ചെറിയ ഓടുമേഞ്ഞ വീടുണ്ട്. വരാന്തയിൽ ചാരുകസേരയിൽ ഒരു മുതിർന്ന ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രായം 70-നോടടുക്കും. കട്ടിമീശയും നരച്ച മുടിയും. രാഘവേട്ട, സിദ്ധു വിളിച്ചു. അദ്ദേഹം കണ്ണട ഊരി അവരെ നോക്കി. മുഖത്ത് ഗൗരവമുണ്ടായിരുന്നെങ്കിലും സിദ്ധുവിനെ കണ്ടപ്പോൾ നേരിയൊരു ചിരി വന്നു. ആ വന്നോ? ഇതാരാ കൂടെ? ഇതാണ് ഞാൻ പറഞ്ഞ ആദിത്യൻ. എൻ്റെ കൂടെ താമസിക്കാൻ വന്നതാണ്. ജോലി എറണാകുളത്താണ്. രാഘവൻ നായർ ആദിത്യനെ അടിമുടിയൊന്ന് നോക്കി. ആ നോട്ടത്തിന് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ജോലിയൊക്കെയുള്ള പയ്യനല്ലേ? ശരി, ബഹളമൊന്നും ഉണ്ടാക്കരുത്. വീട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. വീട് പഴയതാണ്, അതിൻ്റേതായ സൂക്കേടുകൾ കാണും. അതൊക്കെ നോക്കി നടത്തണം, രാഘവൻ നായർ പറഞ്ഞു. ഉറപ്പായിട്ടും രാഘവേട്ട, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ആദിത്യൻ ഉറപ്പു നൽകി. വാടകയുടെ കാര്യവും അഡ്വാൻസും അവിടെ വെച്ചു തന്നെ അവർ തീരുമാനിച്ചു. സിദ്ധുവിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലിപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ല ആദിത്യൻ. നീ അഡ്വാൻസ് കൊടുത്തോളൂ. ഞാൻ എൻ്റെ ഷെയർ നാളെ ഗൂഗിൾ പേ ചെയ്യാം, സിദ്ധു ആദിത്യൻ്റെ ചെവിയിൽ പറഞ്ഞു. ആദിത്യൻ സമ്മതിച്ചു. അവന് വീട് അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. രാഘവേട്ടൻ്റെ കയ്യിൽ അഡ്വാൻസ് നൽകി അവർ മടങ്ങി. എന്നാ പിന്നെ സാധനങ്ങളുമായി പോന്നോളൂ, ഞാനിവിടെ തന്നെ കാണും. കീ എൻ്റെ കൈവശമുണ്ടല്ലോ, സിദ്ധു പറഞ്ഞു. തിരികെ പോകുമ്പോൾ ആദിത്യൻ്റെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ഇനി ആ ക്യൂ നിൽക്കേണ്ട, ബഹളങ്ങളില്ല, ശാന്തമായ ഉറക്കം. ലോഡ്ജിൽ ചെന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ അധികം സമയമെടുത്തില്ല. ആകെയുള്ളത് ഒരു ട്രാവൽ ബാഗും പിന്നെ അത്യാവശ്യം പാത്രങ്ങളും പുസ്തകങ്ങളും അടങ്ങിയ ഒരു കാർഡ്ബോർഡ് പെട്ടിയും മാത്രമാണ്. ബാക്കി വാടക കൊടുത്ത് കണക്ക് തീർക്കുമ്പോൾ ലോഡ്ജ് മാനേജർ ചോദിച്ചു, എങ്ങോട്ടാ മാറുന്നത്? ചേരാനല്ലൂർ ഒരു വീട് കിട്ടി, ആദിത്യൻ പറഞ്ഞു. ഒരു ഓട്ടോ പിടിച്ചാണ് അവർ പുതിയ വീട്ടിലേക്ക് പോയത്. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. ഗ്രാമവഴികളിലൂടെ ഓട്ടോ പിന്നിടുമ്പോൾ മരങ്ങളുടെ നിഴലുകൾ റോഡിൽ നീണ്ടുകിടന്നു. വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഓട്ടോ നിന്നു. സിദ്ധു വരാന്തയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു. എത്തിയോ? വാ, സാധനങ്ങൾ എടുക്കാൻ ഞാൻ സഹായിക്കാം. സിദ്ധുവിൻ്റെ സഹായത്തോടെ ബാഗും പെട്ടിയും അകത്തു വെച്ചു. വീടിനുള്ളിൽ നേരത്തെ കണ്ടതിനേക്കാൾ ഇരുട്ട് തോന്നിച്ചു. ബൾബുകൾക്ക് തീരെ പ്രകാശമില്ലാത്തതുപോലെ. ലൈറ്റൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും, ഇതൊന്നും പോരാ, ആദിത്യൻ പറഞ്ഞു. ഇത് മതിയാകും, കണ്ണിൽ കുത്തുന്ന വെളിച്ചത്തേക്കാൾ നല്ലത് ഇതാണ്, സിദ്ധു ശാന്തമായി പറഞ്ഞു. അവൻ സോഫയിലേക്ക് ചാരിയിരുന്നു. ആദിത്യൻ തൻ്റെ മുറിയിൽ പോയി സാധനങ്ങൾ ഒതുക്കി വെച്ചു. തിരിച്ചു വന്നപ്പോൾ സിദ്ധു അതേ ഇരിപ്പ് ഇരിക്കുകയാണ്. സിദ്ധുവിന് വിശക്കുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ അടുക്കളയിൽ ഗ്യാസ് ഉണ്ടോ?
ഗ്യാസ് കുറ്റിയുണ്ട്, അടുപ്പുമുണ്ട്. പക്ഷേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ആദിത്യൻ വരുന്ന വഴിക്ക് വല്ലതും മേടിച്ചോ? ഇല്ല, ഞാൻ ഓർത്തത് നമ്മൾ പുറത്തുപോയി കഴിക്കുമെന്നാണ്. സിദ്ധു ഒന്ന് ചിരിച്ചു. എനിക്ക് പുറത്തു പോകാൻ വയ്യ ആദിത്യ. നല്ല ക്ഷീണം. പിന്നെ കാര്യമായ വിശപ്പുമില്ല. ഉച്ചയ്ക്ക് കഴിച്ചത് ഇതുവരെ ദഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആദിത്യന് വേണമെങ്കിൽ സ്വിഗ്ഗി ചെയ്യാം. പക്ഷേ ഇവിടെ ഡെലിവറി വരുമോ എന്ന് സംശയമാണ്. ആദിത്യൻ ഫോൺ നോക്കി. ലൊക്കേഷൻ ഔട്ട് ഓഫ് സർവീസ് ഏരിയ എന്നാണ് കാണിക്കുന്നത്. സാരമില്ല, കയ്യിൽ കുറച്ച് ബ്രെഡുണ്ട്, അത് മതി. നാളെ മുതൽ കുക്കിംഗ് തുടങ്ങാം. അന്ന് രാത്രി ആദിത്യൻ ബ്രെഡ് തിന്നുമ്പോൾ സിദ്ധു വെറുതെ നോക്കിയിരുന്നു. സിദ്ധു ഒന്നും കഴിക്കുന്നില്ലേ? ആദിത്യൻ ചോദിച്ചു. വേണ്ട, സിദ്ധു പറഞ്ഞു. നാളെ ഓഫീസിൽ പോകുന്നില്ലേ? രാത്രി കിടക്കാൻ നേരം ആദിത്യൻ ചോദിച്ചു. നാളെ ലീവാണ്, കുറച്ച് പേഴ്സണൽ വർക്കുകളുണ്ട്, സിദ്ധു പറഞ്ഞു. ആദിത്യൻ മുറിയിലേക്ക് പോയി വാതിലടച്ചു. ജനൽ തുറന്നിട്ടു. പുറത്തെ ചിവീടുകളുടെ ശബ്ദം നിർത്താതെ കേൾക്കാം. ഇടയ്ക്കെവിടെയോ ഒരു നായ ഓരിയിടുന്നുണ്ട്. അവൻ കട്ടിലിൽ കിടന്നു. നല്ല തണുപ്പ്. ലോഡ്ജിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. വീടിനുള്ളിൽ അതീവ നിശബ്ദതയാണ്. സിദ്ധുവിൻ്റെ മുറിയിൽ നിന്നോ ഹാളിൽ നിന്നോ ഒരു അനക്കം പോലുമില്ല. സിദ്ധു നടക്കുമ്പോഴുള്ള കാലൊച്ച പോലും കേൾക്കുന്നില്ല. വീട് പഴയതായതുകൊണ്ട് തറയിൽ ചവിട്ടുമ്പോൾ ചെറിയൊരു ശബ്ദമെങ്കിലും കേൾക്കേണ്ടതാണ്. ഒരുപക്ഷെ അവൻ ഉറങ്ങിക്കാണും. ആദിത്യൻ കണ്ണുകൾ അടച്ചു. ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ അലാറം കേട്ടാണ് ആദിത്യൻ ഉണർന്നത്. സമയം 7 മണി. ജനലിലൂടെ തണുത്ത വെളിച്ചം മുറിയിലേക്ക് വരുന്നു. അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. സിദ്ധു അവിടെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. മടിയിലൊരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ആദിത്യൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്, സിദ്ധു ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ആദിത്യൻ അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കണം. സാധനങ്ങൾ ഇന്നലെ വാങ്ങാത്തത് കാരണം കട്ടൻ ചായ വയ്ക്കാമെന്ന് കരുതി. ഗ്യാസ് കത്തിച്ചു. വെള്ളം തിളയ്ക്കുമ്പോൾ അവൻ പുറത്തേക്ക് നോക്കി. രാഘവേട്ടൻ്റെ വീട് മരങ്ങൾക്കിടയിലൂടെ അവ്യക്തമായി കാണാം. ചായയുമായി അവൻ ഹാളിലെത്തി. ചായ എടുക്കട്ടെ സിദ്ധു? വേണ്ട ആദിത്യ, ഞാൻ ചായ കുടിക്കാറില്ല. കാപ്പിയോ? ഇല്ല, രാവിലെ വെറും വയറ്റിൽ ഒന്നും കഴിക്കാറില്ല, ശീലമില്ല. ആദിത്യൻ അത്ഭുതത്തോടെ അവനെ നോക്കി. വിചിത്രമായ ശീലങ്ങൾ. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അവൻ വേഗം കുളിച്ചൊരുങ്ങി. ഓഫീസിൽ പോകാനിറങ്ങുമ്പോഴും സിദ്ധു ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങുക, വൈകുന്നേരം വരുമ്പോൾ പച്ചക്കറിയും സാധനങ്ങളും വാങ്ങാം, ആദിത്യൻ പറഞ്ഞു. ശരി, സിദ്ധു പുഞ്ചിരിച്ചു. ആദിത്യൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. രാഘവേട്ടൻ പറമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. ജോലിക്ക് പോവുകയാണോ? അദ്ദേഹം ചോദിച്ചു. അതേ രാഘവേട്ട. രാഘവേട്ടൻ ഒന്ന് മൂളി. ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ ആദിത്യൻ വീടിനെ പറ്റി മറന്നു. എന്നാൽ വൈകുന്നേരം തിരികെ വരുമ്പോൾ എന്തോ ഒരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരനുണ്ടല്ലോ എന്ന തോന്നൽ. കവലയിൽ നിന്ന് പച്ചക്കറികളും അരിയും പലചരക്ക് സാധനങ്ങളും വാങ്ങി അവൻ വീട്ടിലെത്തി. വീട് ഇരുളടഞ്ഞു കിടക്കുന്നു. വരാന്തയിൽ ലൈറ്റില്ല. സിദ്ധു, അവൻ വിളിച്ചു. വാതിൽ തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അകത്ത് കയറി സ്വിച്ചിട്ടു. മങ്ങിയ വെളിച്ചം തെളിഞ്ഞു. സിദ്ധു ഹാളിലില്ല. അവൻ സിദ്ധുവിൻ്റെ മുറിയിലേക്ക് നോക്കി. വാതിൽ ചാരിയിരിക്കുകയാണ്. അവൻ മെല്ലെ തള്ളി തുറന്നു. സിദ്ധു കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു. ഫാൻ ഇട്ടിട്ടില്ല. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. പുതപ്പില്ലാതെ വെറും തറയിൽ വിരിച്ച പായയിൽ എന്ന പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നു. സിദ്ധു, എന്തുപറ്റി? പനിയാണോ? ആദിത്യൻ അടുത്തു ചെന്നു. സിദ്ധു മെല്ലെ കണ്ണു തുറന്നു. ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു ക്ഷീണം. ഹേയ്, ഒന്നുമില്ല, ഒന്ന് മയങ്ങിപ്പോയി. ഇപ്പോഴാ സമയം നോക്കിയത്, വൈകുന്നേരമായല്ലേ. അവൻ എഴുന്നേറ്റിരുന്നു. ലൈറ്റ് ഇടാൻ മറന്നുപോയി. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കിന്ന് ചോറുണ്ടാക്കാം, ആദിത്യൻ പറഞ്ഞു. അന്ന് രാത്രി ആദിത്യൻ ആവേശത്തോടെ ചോറും സാമ്പാറും ഉണ്ടാക്കി. സിദ്ധു അടുക്കളയുടെ വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആദിത്യന് നല്ല കൈപുണ്യമുണ്ടാകും, മണം വന്നിട്ട് കൊതിയാകുന്നു, സിദ്ധു പറഞ്ഞു. പിന്നല്ലാതെ, ബാച്ചിലർ ലൈഫ് പഠിപ്പിച്ച പാഠങ്ങളല്ലേ. വാ കഴിക്കാം. അവർ രണ്ടുപേരും മേശപ്പുറത്തിരുന്നു. ആദിത്യൻ 2 പ്ലേറ്റിലും ചോറ് വിളമ്പി. ആദിത്യൻ കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റുണ്ട്, സിദ്ധു കഴിക്കേ. സിദ്ധു ചോറിലേക്ക് നോക്കിയിരുന്നു. അവൻ കൈവച്ചില്ല.
എന്താ സിദ്ധു, കഴിക്കുന്നില്ലേ? ആദിത്യൻ കഴിച്ചോളൂ. എനിക്കിപ്പോൾ വയ്യ. തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന പോലെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ആദിത്യൻ കഴിച്ചു തീർക്ക്. അത് കേട്ട് ആദിത്യന് ചെറിയൊരു നീരസം തോന്നി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പക്ഷേ നിർബന്ധിക്കാൻ തോന്നിയില്ല. ഭക്ഷണം കഴിഞ്ഞ ആദിത്യൻ പാത്രം കഴുകാൻ പോയി. എൻ്റെ പാത്രം അവിടെ വെച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം, സിദ്ധു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആദിത്യൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. മേശപ്പുറത്ത് സിദ്ധുവിൻ്റെ പാത്രം അതേപടി ഇരിക്കുന്നു. ചോറ് ഉണങ്ങി വരളാൻ തുടങ്ങിയിരുന്നു. ഈച്ചകൾ അതിനു ചുറ്റും പറക്കുന്നു. സിദ്ധു ഹാളിൽ സോഫയിൽ ലാപ്ടോപ്പുമായി ഇരിപ്പുണ്ട്. സിദ്ധു, നീ ഇന്നലെ രാത്രി ചോറ് കഴിച്ചില്ലേ? ആദിത്യൻ ചോദിച്ചു. സിദ്ധു ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്തി. ഇല്ല ആദിത്യൻ, രാത്രി വല്ലാത്ത തലവേദനയായിരുന്നു. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എന്നാലും ഈ ചോറ്, ഇതിപ്പോൾ കളയേണ്ടി വരില്ലേ? സോറി ആദിത്യൻ, കളഞ്ഞേക്ക്, എനിക്ക് വിശപ്പില്ല. ആദിത്യൻ ആ ചോറ് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടി. മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത. ഒരാൾക്ക് ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അതും ആരോഗ്യവാനായ ഒരു യുവാവിന്. ദിവസങ്ങൾ കടന്നുപോയി. സിദ്ധുവിൻ്റെ ഈ പെരുമാറ്റം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവൻ പകൽ സമയങ്ങളിൽ എപ്പോഴും ലാപ്ടോപ്പിന് മുന്നിലായിരിക്കും. പക്ഷേ കീബോർഡിൽ വിരലുകൾ ചലിക്കുന്നത് ആദിത്യൻ അപൂർവമായേ കണ്ടിട്ടുള്ളൂ. സ്ക്രീനിൽ പലപ്പോഴും ഒരേ പേജ് തന്നെയായിരിക്കും. ചോദിച്ചാൽ കോഡിംഗ് ആണ്, ചിന്തിക്കുകയാണ് എന്ന് മറുപടി പറയും. ഒരു ദിവസം ആദിത്യൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നു. സമയം 4 മണി. മഴക്കാറുണ്ടായിരുന്നു. വീടിൻ്റെ മുൻവാതിൽ അടച്ചിട്ടേക്കുന്നു. കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് അവൻ വാതിൽ തുറന്നു. ഹാളിൽ ആരുമില്ല. സിദ്ധു, അവൻ വിളിച്ചു. മറുപടിയില്ല. സിദ്ധുവിൻ്റെ മുറിയും ശൂന്യം. ബാത്റൂമിലുമില്ല. ആദിത്യൻ പുറത്തിറങ്ങി നോക്കി. പറമ്പിലൊന്നും കാണാനില്ല. സിദ്ധു പുറത്തു പോയോ? അവന് വണ്ടിയൊന്നുമില്ലല്ലോ. തൻ്റെ ബൈക്ക് അവിടെ തന്നെയുണ്ട്. സിദ്ധുവിൻ്റെ ബൈക്ക് എവിടെ? അപ്പോഴാണ് അവൻ അതോർത്തത്. ഇവിടെ വന്ന ദിവസം മാത്രമാണ് സിദ്ധുവിൻ്റെ ബൈക്ക് കണ്ടത്. പിന്നീട് അത് കണ്ടിട്ടില്ല. ഒരുപക്ഷെ വർക്ക്ഷോപ്പിൽ വല്ലതും കൊടുത്തിട്ടുണ്ടാകും. ആദിത്യൻ വരാന്തയിലിരുന്നു. മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ മഴ. കാറ്റിൽ മരങ്ങൾ ആടിയുലയുന്നു. ഏതാണ്ട് 7 മണിയായപ്പോൾ ഇരുട്ട് പരന്ന സമയത്ത് ആദിത്യൻ അകത്തേക്ക് കയറി. അപ്പോഴാണ് അവനത് കണ്ടത്. സിദ്ധു ഹാളിലെ സോഫയിൽ ഇരിക്കുന്നു. ആദിത്യൻ ഞെട്ടിപ്പോയി. നീ എപ്പോൾ വന്നു? ഞാൻ എല്ലായിടത്തും നോക്കിയല്ലോ. സിദ്ധു ശാന്തമായി ചിരിച്ചു. ഞാൻ മുറിയിലുണ്ടായിരുന്നു ആദിത്യൻ. നീ വന്നപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ കറണ്ട് പോയതുകൊണ്ട് കിടക്കുകയായിരുന്നു. ആദിത്യന് സംശയം തോന്നി. താൻ മുറിയിൽ നോക്കിയതാണ്. ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ. അവൻ പിറുപിറുത്തു. ശ്രദ്ധിച്ചു കാണില്ല. അല്ലെങ്കിൽ ഞാൻ ടെറസിൽ പോയിരുന്നിട്ടുണ്ടാകും, മഴ വരുന്നത് നോക്കാൻ. ആദിത്യൻ അത് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ഉള്ളിലെ യുക്തി അത് സമ്മതിക്കുന്നില്ല. ടെറസിലേക്ക് പോകാനുള്ള പടി വീടിന് പുറത്തുകൂടെയാണ്. താൻ വരാന്തയിലിരിക്കുമ്പോൾ സിദ്ധു അതിലെ പോയെങ്കിൽ കാണാതിരിക്കില്ല. പിന്നെങ്ങനെ? അന്ന് രാത്രി ആദിത്യന് ഉറക്കം വന്നില്ല. മഴയുടെ ഇരമ്പൽ. തൊട്ടപ്പുറത്തെ മുറിയിൽ സിദ്ധു ഉണ്ട്. പക്ഷെ ആ മുറിയിൽ നിന്ന് ഒരു ശ്വാസനിശ്വാസം പോലും കേൾക്കുന്നില്ല. പാതിരാത്രി എപ്പോഴോ ആദിത്യന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. അവൻ എഴുന്നേറ്റ് കുപ്പിയിൽ വെള്ളമുണ്ടോ എന്ന് നോക്കി. തീർന്നിരിക്കുന്നു. അടുക്കളയിൽ പോയി വെള്ളമെടുക്കാം. അവൻ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി. ഇരുട്ടാണ്. മിന്നൽ വെളിച്ചത്തിൽ ഹാൾ തെളിഞ്ഞു കണ്ടു. സോഫയിൽ ആരുമില്ല. പക്ഷേ അടുക്കളയിൽ നിന്നൊരു ശബ്ദം. പാത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം. സിദ്ധുവിന് വിശക്കുന്നുണ്ടാകും. ഒളിച്ചിരുന്ന് കഴിക്കുകയാണോ? ആദിത്യൻ പതുക്കെ നടന്നു. അടുക്കളയുടെ വാതിലിനടുത്തെത്തി. അകത്ത് വെളിച്ചമില്ല. അവൻ മെല്ലെ എത്തി നോക്കി. മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു സിദ്ധു അടുക്കളയിലെ സ്ലാബിൽ കയറിയിരിക്കുകയാണ്. സാധാരണ ഇരിക്കുന്നത് പോലെയല്ല. കാൽമുട്ടുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു പരുന്തിരം പോലെ. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. അവൻ്റെ തല വല്ലാതെ വെട്ടിത്തിരിയുന്നുണ്ട്. ആദിത്യൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഇതെന്തിരിപ്പാണ്? മനുഷ്യർ ഇങ്ങനെ ഇരിക്കുമോ? അവൻ സ്വിച്ച് ബോർഡിൽ കൈവച്ചു. വെളിച്ചം വന്നാൽ എല്ലാം ശരിയാകും. സിദ്ധു, അവൻ വിളിച്ചു. പെട്ടെന്ന് സിദ്ധു തിരിഞ്ഞു. ആദിത്യൻ സ്വിച്ച് ഇട്ടു. ട്യൂബ് ലൈറ്റ് മിന്നിത്തെളിഞ്ഞു. സിദ്ധു സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി. അവൻ സാധാരണ മട്ടിൽ നിൽക്കുന്നു. എന്താ ആദിത്യൻ, ഉറക്കമില്ലേ?
അവൻ്റെ മുഖത്ത് നേരത്തെ കണ്ട വന്യതയില്ല, പഴയ ശാന്തത മാത്രം. നീ നീ അവിടെ എന്തെടുക്കുക? ആദിത്യൻ വിറയലോടെ ചോദിച്ചു. ഒന്നുമില്ല, ജനൽ അടയ്ക്കാൻ നോക്കിയതാ. കാറ്റത്ത് അടിച്ചു പോകുമെന്ന് തോന്നി. സ്ലാബിൽ കയറിയാലേ എനിക്ക് കൈയെത്തൂ. ന്യായം, എല്ലാം ന്യായമാണ്. ആദിത്യൻ വെള്ളമെടുക്കാതെ തിരികെ പോന്നു. മുറിയിൽ വന്ന് വാതിൽ കുറ്റിയിട്ടു. നെഞ്ച് വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. സ്ലാബിൽ കയറി നിന്ന് ജനലടയ്ക്കാൻ സിദ്ധു അത്ര പൊക്കം കുറഞ്ഞ ആളൊന്നുമല്ല. പിന്നെന്തിന്? അന്നത്തെ സംഭവത്തിന് ശേഷം ആദിത്യൻ സിദ്ധുവിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭയം അവനെ പിടികൂടി തുടങ്ങിയിരുന്നു. പക്ഷെ പുറമേ കാണിച്ചില്ല. സിദ്ധുവിൻ്റെ കണ്ണുകൾ എപ്പോഴും നിർജീവമായിരുന്നു. അവൻ ചിരിക്കുമ്പോൾ ചുണ്ടുകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. കണ്ണുകളിൽ ആ ചിരിയെത്തുന്നില്ല. ഒരു ശനിയാഴ്ച ആദിത്യൻ മുറിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. സിദ്ധു കുളിക്കാൻ കയറി. ബാത്റൂമിലെ വാതിലടയുന്ന ശബ്ദം കേട്ടു. ആദിത്യൻ കാതോർത്തു. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കണം. ബക്കറ്റിൽ വെള്ളം നിറയുന്ന ശബ്ദം. മഗ്ഗുകൊണ്ട് കോരി ഒഴിക്കുന്ന ശബ്ദം. 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു ശബ്ദവുമില്ല. പിന്നെയും 10 മിനിറ്റ്. നിശബ്ദത. ഇവനകത്തെന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണോ? അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ആദിത്യൻ വേഗം ഹാളിലേക്ക് ചെന്നു. സിദ്ധു തോർച്ച് ചുറ്റി ഇറങ്ങി വരുന്നു. അവൻ്റെ മുടിയിൽ വെള്ളമില്ല. ദേഹത്ത് വെള്ളം വീണതിൻ്റെ അടയാളങ്ങളില്ല. ഉണങ്ങിയ തോർത്ത്. കുളിച്ചില്ലേ? ആദിത്യൻ ചോദിച്ചുപോയി. സിദ്ധു അവനെ രൂക്ഷമായൊന്നു നോക്കി. ആ നോട്ടത്തിൽ ആദിത്യൻ ഒന്ന് പതറി. വെള്ളം കുറവാണ്, ഞാൻ ദേഹമൊന്ന് തുടച്ചതേയുള്ളൂ. സിദ്ധു മുറിയിലേക്ക് പോയി. ആദിത്യൻ ഓടിപ്പോയി ബാത്റൂമിൽ നോക്കി. ബക്കറ്റിലെ വെള്ളം അനങ്ങിയിട്ട് പോലുമില്ല. തറ ഉണങ്ങിക്കിടക്കുന്നു. സോപ്പ് ഇരുന്നിടത്ത് നിന്ന് മാറിയിട്ടില്ല. ദേഹം തുടച്ചതെങ്കിൽ തോർത്ത് നനയണ്ടേ? സിദ്ധുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോർത്ത് ഉണങ്ങിയതായിരുന്നു. അന്ന് വൈകുന്നേരം രാഘവേട്ടൻ വന്നു. എന്തൊക്കെയുണ്ട് ആദിത്യ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? രാഘവൻ നായർ തിരക്കി. സുഖൻ രാഘവേട്ട. രാഘവൻ നായർ അകത്തേക്ക് കയറി നോക്കി. മോന് അസുഖം വല്ലതുമുണ്ടോ? ആകെ വിളറി വെളുത്തതുപോലെ. ആദിത്യൻ ഒന്ന് ഞെട്ടി. ഇല്ല, കുഴപ്പമൊന്നുമില്ല, അവൻ പറഞ്ഞു. രാഘവേട്ടൻ പോയ ശേഷം അവൻ ആലോചിച്ചു. സിദ്ധുവിനെ താനും രാഘവേട്ടനുമല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓഫീസിലെ സുഹൃത്ത് മഹേഷ് വന്നപ്പോൾ സിദ്ധു മുറിയിൽ കയറി വാതിലടച്ചു. കൊറിയർ വന്നപ്പോൾ സിദ്ധു വാതിൽ തുറന്നില്ല. താൻ വരുന്നതുവരെ കാത്തിരുന്നു. പാൽക്കാരൻ വരുമ്പോൾ സിദ്ധു എഴുന്നേൽക്കാറില്ല. അന്ന് രാത്രി ആദിത്യൻ ഒരു പരീക്ഷണത്തിന് മുതിർന്നു. സിദ്ധു ഹാളിലിരിക്കുമ്പോൾ അവൻ അടുത്തേക്ക് ചെന്നു. സിദ്ധു, നിന്റെ ഫോണൊന്ന് തരുമോ? എൻ്റെ ഫോണിൽ ചാർജില്ല. ഒരു അർജൻറ്റ് കോൾ വിളിക്കാനാണ്. സിദ്ധു സംശയത്തോടെ അവനെ നോക്കി. പിന്നെ മടിയോടെ ഫോൺ നീട്ടി. ആദിത്യൻ ഫോൺ വാങ്ങി. ഫോൺ തണുത്ത് മരവിച്ചിരിക്കുന്നു. ഒരു ഐസ് കട്ട പിടിക്കുന്നത് പോലെ. സ്ക്രീൻ ഓണാക്കാൻ നോക്കി. സ്വിച്ച് ഓഫാണ്. ഇത് ഓഫാണല്ലോ സിദ്ധു. ഓ, ചാർജ് തീർന്നു കാണും, ഞാൻ ശ്രദ്ധിച്ചില്ല. സിദ്ധു വേഗം ഫോൺ തിരികെ വാങ്ങി. ആദിത്യൻ മുറിയിലേക്ക് മടങ്ങി. സിദ്ധുവിനെ ഒന്ന് സ്പർശിക്കണമെന്നവന് തോന്നി. അവൻ്റെ കയ്യിലൊന്ന് തൊട്ടാൽ അറിയാം അവൻ ജീവനുള്ള മനുഷ്യനാണോ എന്ന്. അതിനായി അവൻ ഒരു അവസരം കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ സിദ്ധുവിന് ഒരു കപ്പ് ചായ ആദിത്യൻ നിർബന്ധിച്ചു കൊടുത്തു. മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അത് വീഴാൻ പോയി. ആദിത്യൻ പെട്ടെന്നത് പിടിക്കാൻ കൈ നീട്ടി. അവൻ്റെ കൈ സിദ്ധുവിൻ്റെ കയ്യിൽ തട്ടി. ആദിത്യൻ ഷോക്കേറ്റതുപോലെ കൈ പിൻവലിച്ചു. തണുപ്പ്, മരണത്തിൻ്റെ തണുപ്പ്. ഒരു മനുഷ്യ ശരീരത്തിന് ഇത്രയും തണുപ്പുണ്ടാകില്ല. ഫ്രീസറിൽ വെച്ച മാംസം പോലെ. സിദ്ധു ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആദിത്യനെ നോക്കി. താങ്ക്സ് ആദിത്യൻ, വീണുപോയേനെ. ആദിത്യൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ പുറത്തേക്കോടി. വെയിൽ കൊള്ളണം എന്നവന് തോന്നി. ചൂട് വേണം. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അവൻ നിന്ന് കിതച്ചു. ഇത് തോന്നലല്ല. തൻ്റെ കൂടെ താമസിക്കുന്നത് ഒരു മനുഷ്യനല്ല. പിന്നെ ആരാണ്? പ്രേതമോ? പകൽ വെളിച്ചത്തിൽ നടക്കുന്ന പ്രേതം. സംസാരിക്കുന്നുണ്ട്. നിഴലുണ്ട്. പ്രേതങ്ങൾക്ക് നിഴലുണ്ടാകുമോ? അവൻ താഴേക്ക് നോക്കി. അകലെ വരാന്തയിൽ സിദ്ധു വന്നു നിൽക്കുന്നു. വെയിൽ മുറ്റത്തേക്ക് അടിക്കുന്നുണ്ട്. സിദ്ധുവിൻ്റെ നിഴൽ. അവൻ സൂക്ഷിച്ചു നോക്കി. സിദ്ധുവിൻ്റെ നിഴൽ തറയിൽ വീഴുന്നില്ല. തൂണുകളുടെ നിഴലുണ്ട്. ചെടികളുടെ നിഴലുണ്ട്. പക്ഷേ സിദ്ധുവിൻ്റെ രൂപത്തിന് താഴെ വെറും വെളിച്ചം മാത്രം.
ആദിത്യന് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൻ വേഗം കണ്ണുകൾ തിരുമ്മി നോക്കി. ഇല്ല, നിഴലില്ല. അവൻ അകത്തേക്ക് കയറാൻ ഭയന്നു. പക്ഷെ എങ്ങോട്ട് പോകും? അവൻ രാഘവേട്ടൻ്റെ വീട്ടിലേക്ക് നോക്കി. അവിടെ പോയി പറയാം. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുമോ? തനിക്ക് ഭ്രാന്താണെന്ന് കരുതില്ലേ? അന്ന് വൈകുന്നേരം വരെ അവൻ പുറത്തു തന്നെ കറങ്ങി നടന്നു. സിനിമയ്ക്ക് പോയി, പാർക്കിലിരുന്ന് സമയം കളഞ്ഞു. രാത്രി വൈകി വീട്ടിലെത്തിയാൽ മതി. സിദ്ധു ഉറങ്ങിക്കാണും. രാത്രി 10 മണിയായപ്പോൾ അവൻ വീട്ടിലെത്തി. ഹാളിൽ വെളിച്ചമില്ല. സിദ്ധു, അവൻ വിളിച്ചു. വിളി കേൾക്കുന്നില്ല. അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിൽ കിടന്ന് പുതപ്പ് വലിച്ചിട്ടു. പുറത്ത് ഹാളിൽ ആരോ നടക്കുന്നുണ്ട്. പതുക്കെ, വളരെ പതുക്കെ. നഖങ്ങൾ തറയിൽ തട്ടുന്ന ശബ്ദം. മനുഷ്യരുടെ കാലൊച്ചയല്ല. ആ ശബ്ദം അവൻ്റെ വാതിലിൻ്റെ അടുത്തെത്തി നിന്നു. വാതിലിൻ്റെ അടിയിലൂടെ ഒരു നിഴൽ ഉള്ളിലേക്ക് നീളുന്നുണ്ടോ? ആദിത്യൻ ശ്വാസം അടക്കി പിടിച്ചു. വാതിലിൻ്റെ പിടി മെല്ലെ തിരിയുന്നു. ലോക്ക് ചെയ്തിട്ടുണ്ട്, തുറക്കില്ല. പിടി വീണ്ടും തിരിയുന്നു. ഇത്തവണ കുറച്ചുകൂടി ബലത്തിൽ. ആദിത്യൻ ഉറങ്ങിയോ? സിദ്ധുവിൻ്റെ ശബ്ദം. പക്ഷെ അത് തൊണ്ടയിൽ നിന്നല്ല, മറിച്ച് പാതാളത്തിൽ നിന്ന് വരുന്നത് പോലെ മുഴങ്ങുന്നു. എനിക്ക് വിശക്കുന്നു ആദിത്യൻ. ആദിത്യൻ വിറച്ചു. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല സിദ്ധു. ആദിത്യൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല, എനിക്ക് വിശക്കുന്നു. പിടിയിൽ ബലം കൂടുന്നു. വാതിൽ പൊളിയുമോ? പെട്ടെന്ന് ശബ്ദം നിന്നു. നിശബ്ദത. പിന്നെ കേട്ടത് ജനലിൽ നഖം കൊണ്ടുരസുന്ന ശബ്ദമാണ്. ആദിത്യൻ ജനലിലേക്ക് നോക്കി. ജനൽപ്പാളികൾക്കിടയിലൂടെ 2 കണ്ണുകൾ തിളങ്ങുന്നു. മഞ്ഞ നിറമുള്ള കണ്ണുകൾ. അവൻ അലറാൻ ശ്രമിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. ആ കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കുകയാണ്. പിന്നെ അത് മാഞ്ഞുപോയി. രാവിലെ വെളിച്ചം വന്നപ്പോഴാണ് ആദിത്യന് ശ്വാസം നേരെ വീണത്. അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹാളിൽ സിദ്ധു ശാന്തനായിരിക്കുന്നു. എഴുന്നേറ്റു ആദിത്യൻ. ഇന്നലെ രാത്രി നല്ല കാറ്റായിരുന്നുവല്ലേ? ജനലിലൊക്കെ എന്തോ വന്നടിക്കുന്ന ശബ്ദം കേട്ടു. സിദ്ധുവിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. ഇന്നലെ രാത്രി കണ്ട ആ കണ്ണുകൾ, അത് സ്വപ്നമായിരുന്നോ? അതോ ഇവൻ അഭിനയിക്കുകയാണോ? ഇതിങ്ങനെ തുടരാൻ പറ്റില്ല. സത്യമറിയണം. ഇന്ന് തന്നെ രാഘവേട്ടനോട് സംസാരിക്കണം. ആദിത്യൻ തീരുമാനിച്ചു. വാടക കൊടുക്കാനുള്ള സമയമായി. അതൊരു കാരണമാക്കാം. ഓഫീസിലെ കസാരയിലിരിക്കുമ്പോഴും ആദിത്യൻ്റെ മനസ്സ് ചേരാനല്ലൂരിലെ ആ പഴയ വീട്ടിലായിരുന്നു. ഫയലുകളിലെ അക്ഷരങ്ങൾ കൺമുന്നിൽ തെളിയുന്നില്ല. AC പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവന് വിയർക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവൻ സ്വന്തം കൈപ്പത്തിയിലേക്ക് നോക്കി. അവിടെ സിദ്ധുവിൻ്റെ കൈ സ്പർശിച്ച തണുപ്പ് ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ. അത് വെറും ഒരു തണുപ്പായിരുന്നില്ല. ജീവന്റെ കണിക പോലുമില്ലാത്ത ഒരു മരവിപ്പായിരുന്നു. ഉച്ചഭക്ഷണത്തിന് കൂട്ടുകാർ വിളിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞുമാറി. അവന് സിദ്ധുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു. അവൻ ഫേസ്ബുക്കിൽ തിരയാൻ ശ്രമിച്ചു. സിദ്ധുവിൻ്റെ മുഴുവൻ പേര് എന്താണെന്ന് പോലും തനിക്കറിയില്ലെന്ന് അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്. വെറും സിദ്ധു. IT-യിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം അറിയാം. ഏത് കമ്പനിയിൽ? ID കാർഡ് എവിടെയാണ്? രാവിലെ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നതല്ലാതെ അവനൊരു കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്നതോ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതോ താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. വൈകുന്നേരം 5 മണിയായപ്പോൾ തന്നെ ആദിത്യൻ ഓഫീസിൽ നിന്നിറങ്ങി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആകാശം കറുത്തിരുണ്ടു വരുന്നുണ്ടായിരുന്നു. ഇന്നും മഴയുണ്ടാകും. ഇന്നലെ രാത്രിയിലെ ആ സംഭവം, ജനൽപ്പാളിയിൽ കണ്ട ആ കണ്ണുകൾ, അതോർക്കുമ്പോൾ അവൻ്റെ ഉള്ളൊന്ന് കാളി. വീട്ടിലേക്ക് നേരിട്ട് പോകാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. നേരെ രാഘവേട്ടൻ്റെ അടുത്തേക്ക് പോകണം. വാടക കൊടുക്കണം. അതോടൊപ്പം കാര്യങ്ങൾ ചോദിച്ചറിയണം. ഒരു പക്ഷേ സിദ്ധുവിനെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടാകാം. ഡിപ്രഷനോ മറ്റോ ആയിരിക്കാം. അതാകും മുറിയിൽ അടച്ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കാത്തതും. രാഘവേട്ടന് അവനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. ബസ് ഇറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോൾ വഴിവിളക്കുകൾ മിന്നിത്തുടങ്ങിയിരുന്നു. കാറ്റിൽ മരങ്ങൾ ഉലയുന്ന ശബ്ദം. അവൻ വേഗത്തിൽ നടന്നു. സ്വന്തം വീടിൻ്റെ ഗേറ്റ് കടക്കാതെ അവൻ നേരെ രാഘവേട്ടൻ്റെ വീടിൻ്റെ പടിപ്പുര ലക്ഷ്യമാക്കി നടന്നു. രാഘവേട്ടൻ മുറ്റത്തെ തെങ്ങിൻ തടത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദിത്യനെ കണ്ടപ്പോൾ അദ്ദേഹം പണി നിർത്തി തോർത്തുകൊണ്ട് മുഖം തുടച്ചു. എന്താ ആദിത്യ, ഇന്ന് നേരത്തെ എത്തിയോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ രാഘവേട്ട, മഴ പെയ്യുമെന്ന് തോന്നി. പിന്നെ ഇന്ന് 1-ാം തീയതിയാണല്ലോ. വാടക തരാൻ വേണ്ടി വന്നതാ.
ആദിത്യൻ പേഴ്സിൽ നിന്ന് പണമെടുത്തു. രാഘവേട്ട, ഇതിൽ എൻ്റെയും സിദ്ധുവിൻ്റെയും ഷെയറുണ്ട്. അവൻ എനിക്ക് ഗൂഗിൾ പേ അയക്കാമെന്നാ പറഞ്ഞത്. പക്ഷെ അവൻ്റെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങെടുത്തു. പണം നീട്ടിയ ആദിത്യൻ്റെ കയ്യിലേക്ക് നോക്കി രാഘവേട്ടൻ ഒന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി സാവധാനം മാഞ്ഞു. നെറ്റിയിൽ ചുളിവുകൾ വീണു. സിദ്ധുവോ? ആര്? നമ്മുടെ കൂടെ ആദ്യം വന്ന ആ മെലിഞ്ഞ പയ്യനോ? അതെ, സിദ്ധു തന്നെ. രാഘവേട്ടൻ അത്ഭുതത്തോടെ ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ആദിത്യയായി പറയുന്നത്? സിദ്ധു ആ വീട്ടിലില്ലല്ലോ. ആദിത്യന് ആ നിമിഷം സമയം നിലച്ചതുപോലെ തോന്നി. ഇല്ലെന്നോ? രാഘവേട്ടൻ എന്താ ഈ പറയുന്നത്? അവനല്ലേ എൻ്റെ കൂടെ താമസിക്കുന്നത്? ഇന്ന് രാവിലെയും ഞാൻ അവനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. രാഘവേട്ടൻ കയ്യിലിരുന്ന തൂമ്പ താഴെയിട്ടു. അദ്ദേഹം കോലയിലേക്ക് നടന്നു വന്ന് ആദിത്യൻ്റെ അടുത്തു നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയത്തേക്കാളുപരി സഹതാപമായിരുന്നു ആദിത്യൻ കണ്ടത്. മോനെ, നിനക്ക് തെറ്റിയതാകും. ആ പയ്യൻ സിദ്ധു നിങ്ങളവിടെ താമസം തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ അച്ഛന് വയ്യെന്നും പറഞ്ഞ് അവൻ അന്ന് തന്നെ നാട്ടിലേക്ക് പോയതാ. കണ്ണൂർ എവിടെയോ ആണ് അവൻ്റെ വീടെന്ന് പറഞ്ഞു. താക്കോൽ നിൻ്റെ കൈവശമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവൻ പോയത്. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം അവൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണെന്നും തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ലെന്നും പറഞ്ഞു. ആദിത്യൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തൊണ്ട വരളുന്നു. അത് കള്ളമാണ് രാഘവേട്ട. അവൻ അവിടെയുണ്ട്. കഴിഞ്ഞ 30 ദിവസമായി അവൻ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അവൻ ഹാളിലെ സോഫയിൽ ഇരിക്കാറുണ്ട്. പറയുന്തോറും ആദിത്യൻ്റെ ശബ്ദമിടറിക്കൊണ്ടിരുന്നു. നീ എന്തായി പറയുന്നത്? രാഘവേട്ടൻ ആദിത്യൻ്റെ തോളിൽ പിടിച്ചു. നീ ഒറ്റയ്ക്കല്ലേ അവിടെ താമസം? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ നീ വീട് പൂട്ടി പോകുന്നതും വൈകുന്നേരം വരുന്നതും. വേറെ ആരെയും ഞാൻ ആ പറമ്പിൽ കണ്ടിട്ടില്ലല്ലോ. അല്ല രാഘവേട്ട, മഹേഷ് വന്നപ്പോൾ, പാൽക്കാരൻ വന്നപ്പോൾ. ആദിത്യൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മഹേഷ് വന്നപ്പോൾ സിദ്ധു മുറിയിൽ കയറി വാതിലടച്ചു. പാൽക്കാരൻ വരുമ്പോൾ അവൻ എഴുന്നേൽക്കാറില്ല. ആരും അവനെ കണ്ടിട്ടില്ല, താനല്ലാതെ. എങ്കിൽ കഴിഞ്ഞ 1 മാസമായി എൻ്റെ കൂടെ ആ വീട്ടിലുള്ളത് ആരാണ്? ആദിത്യൻ്റെ ചോദ്യം ഒരു നിലവിളി പോലെയാണ് പുറത്തു വന്നത്. രാഘവേട്ടൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പറഞ്ഞു, വാ നമുക്ക് പോയി നോക്കാം. അദ്ദേഹം ടോർച്ചെടുത്തു. ആദിത്യൻ അനങ്ങാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു. രാഘവേട്ടൻ മുന്നിൽ നടന്നു. ആദിത്യൻ വിറയ്ക്കുന്ന കാലുകളോടെ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. വീടിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ആദിത്യന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ജനലിലൂടെ നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് ഇരുട്ടാണ്. നീ രാവിലെ പോരുമ്പോൾ ലൈറ്റ് ഇട്ടിരുന്നോ? രാഘവേട്ടൻ ചോദിച്ചു. ഇല്ല, സിദ്ധു അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ പകൽ ലൈറ്റ് ഇടാറില്ല. അവർ വരാന്തയിൽ കയറി. മുൻവാതിൽ പൂട്ടിയിട്ടില്ല. രാഘവേട്ടൻ വാതിൽ തള്ളി തുറന്നു. ടോർച്ച് വെളിച്ചം ഹാളിലേക്ക് നീണ്ടു. ഹാൾ ശൂന്യമാണ്. സോഫയിൽ ആരുമില്ല. പക്ഷേ ആദിത്യനെ ഞെട്ടിച്ചത് അതല്ല, ആ ഹാളിലെ പൊടിയാണ്. തറയിൽ നിറയെ പൊടി അടിഞ്ഞുകൂടിയിരിക്കുന്നു. ആദിത്യൻ നടക്കുന്ന വഴിയിൽ മാത്രം കാൽപ്പാടുകൾ പതിഞ്ഞു കിടപ്പുണ്ട്. സോഫയുടെ മുകളിലും ഒരു പാളിപ്പൊടിയുണ്ട്. കഴിഞ്ഞ 1 മാസമായി ആരെങ്കിലും അവിടെ ഇരുന്നെങ്കിൽ ആ പൊടിയിൽ പാടുകൾ ഉണ്ടാകേണ്ടതല്ലേ? സിദ്ധു, ആദിത്യൻ നേരിയ ശബ്ദത്തിൽ വിളിച്ചു. മറുപടിയില്ല. ഇതാണ് അവൻ്റെ മുറി. ആദിത്യൻ സിദ്ധുവിൻ്റെ മുറിയുടെ വാതിലിലേക്ക് ചൂണ്ടി. രാഘവേട്ടൻ ആ വാതിൽ തുറന്നു. ടോർച്ച് വെളിച്ചം മുറിയിലേക്ക് വീണു. ആദിത്യൻ കണ്ട കാഴ്ച അവനെ തറയിൽ ഇരുത്തിക്കളഞ്ഞു. ആ മുറിയിൽ ആരും താമസിച്ചതിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. കട്ടിലിൽ മെത്തയില്ല, വെറും പലക മാത്രം. അതിനു മുകളിൽ 8 കാലിവലകൾ കെട്ടിയിരിക്കുന്നു. ജനലുകൾ അടഞ്ഞു കിടക്കുന്നു. തറയിൽ കട്ടിയിൽ പൊടി. ആദിത്യനെന്നും രാവിലെ കാണാറുള്ള ലാപ്ടോപ്പ്, സിദ്ധുവിൻ്റെ ബാഗ്, വസ്ത്രങ്ങൾ ഒന്നും അവിടെയുണ്ടായിരുന്നില്ല. ആ മുറി മാസങ്ങളായി തുറക്കാത്തതുപോലെ കിടക്കുന്നു. ഇവിടെ ആരും താമസിക്കുന്നില്ലല്ലോ ആദിത്യ, രാഘവേട്ടൻ പറഞ്ഞു. ഇല്ല, ഇത് കള്ളമാണ്. ആദിത്യൻ മുറിയിലേക്ക് ഓടിക്കയറി. ഇവിടെയാണ് അവൻ കിടന്നിരുന്നത്. ഞാൻ ഇന്നലെ രാത്രിയും കണ്ടതാണ്. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ആദിത്യൻ ചുമരുകളിൽ തൊട്ടുനോക്കി. പൊടി പിടിച്ച ചുമരുകൾ. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. അവൻ നിൽക്കുന്നതിന് തൊട്ടുപിന്നിൽ ജനലിൻ്റെ ഗ്ലാസിൽ പൊടിയിലെഴുതിയ ഒരു വാചകം. പുറത്തു നിന്നുള്ള വെളിച്ചത്തിൽ അത് അവ്യക്തമായി വായിക്കാം. ഞാൻ പോയിട്ടില്ല.
ആദിത്യൻ അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. രാഘവേട്ടൻ അവനെ പിടിച്ചു നിർത്തി. എന്താ മോനെ, എന്തുപറ്റി? അവിടെ അവിടെ എഴുതിയിരിക്കുന്നു. ആദിത്യൻ മുറിയിലേക്ക് ചൂണ്ടി. രാഘവേട്ടൻ ടോർച്ചടിച്ചു നോക്കി. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു, വെറും പൊടി മാത്രം. നീ പേടിക്കണ്ട, നിനക്ക് തോന്നുന്നതാകും. തനിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. രാഘവേട്ടൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക്, ഇവിടെ നിൽക്കണ്ട. ആദിത്യൻ സമ്മതിച്ചു. അവൻ ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആദിത്യൻ അറിയാതെ തിരിഞ്ഞു നോക്കി. വീടിൻ്റെ ഹാളിലെ ജനലിലൂടെ ഇരുട്ടിൽ നിന്ന് ആരോ നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധു. അവൻ ചിരിക്കുകയായിരുന്നു. ആ ചിരിയിൽ പരിഹാസമുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ, ആ മഞ്ഞ കണ്ണുകൾ ഇരുട്ടിൽ ജ്വലിച്ചു നിന്നു. ആദിത്യൻ രാഘവേട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. രാഘവേട്ടൻ ഒന്നും കണ്ടില്ല. അദ്ദേഹം ഗേറ്റ് പൂട്ടുകയായിരുന്നു. നാളെ നമുക്ക് പൂജാരിയെ കൊണ്ട് ഒന്ന് നോക്കിക്കാം. വീടിൻ്റെ ദോഷം വല്ലതുമാണോ എന്നറിയാമല്ലോ, രാഘവേട്ടൻ പറഞ്ഞു. രാഘവേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടും ആദിത്യന് മനസമാധാനം കിട്ടിയില്ല. അവന് പനി പിടിക്കുന്നത് പോലെ തോന്നി. രാഘവേട്ടൻ നൽകിയ കഞ്ഞി കുടിക്കാൻ അവന് കഴിഞ്ഞില്ല. രാത്രി രാഘവേട്ടൻ്റെ വീടിൻ്റെ ഗസ്റ്റ് റൂമിൽ കിടക്കുമ്പോൾ ആദിത്യൻ ഫോൺ എടുത്തു. അവൻ സിദ്ധുവിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തീരുമാനിച്ചു. അത് സ്വിച്ച് ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയണം. പക്ഷേ ഡയൽ ചെയ്തപ്പോൾ റിങ് പോകുന്നു. ഒരു ബെൽ, 2 ബെൽ. ആദിത്യൻ ശ്വാസം അടക്കി പിടിച്ചു. 4ാമത്തെ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കൽ നിശബ്ദത. ഹലോ, ആദിത്യൻ വിറയലോട് ചോദിച്ചു. ആദിത്യൻ. ആ ശബ്ദം, അത് സിദ്ധുവിൻ്റേതല്ല, അത് മറ്റാരോ ആണ്. എന്നാൽ സിദ്ധുവിൻ്റെ ശബ്ദവുമായി സാമ്യമുണ്ട്. നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത്? നമ്മൾ കൂട്ടുകാരല്ലേ? ആ ശബ്ദം ചോദിച്ചു. നീ ആരാണ്? ആദിത്യൻ കരഞ്ഞുപോയി. ഞാൻ നിന്റെ നിഴലാണ് ആദിത്യൻ. നീ എവിടെ പോയാലും ഞാൻ കൂടെയുണ്ടാകും. വാടക എൻ്റെ ഷെയർ നീ കൊടുത്തു അല്ലേ? അതുകൊണ്ട് എനിക്കിനി നിന്റെ കൂടെ എപ്പോഴും നിൽക്കാം. ഫോൺ കട്ടായി. ആദിത്യൻ ഫോൺ വലിച്ചെറിഞ്ഞു. അപ്പോൾ മുറിയുടെ ജനലിൽ ഒരു തട്ടൽ കേട്ടു. അവൻ ജനലിലേക്ക് നോക്കിയില്ല. അവൻ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. രാഘവേട്ടൻ്റെ വീട്ടിലും അവനെത്തിയിരിക്കുന്നു. അവൻ സിദ്ധുവല്ല, പിന്നെ ആരാണ്? പിറ്റേന്ന് രാവിലെ ആദിത്യൻ എഴുന്നേറ്റത് കടുത്ത പനിയുമായാണ്. രാഘവേട്ടൻ അവന് മരുന്ന് വാങ്ങി നൽകി. മോനെ, നീ ഇന്ന് ഓഫീസിൽ പോകണ്ട, റെസ്റ്റ് എടുക്ക്, അദ്ദേഹം പറഞ്ഞു. ആദിത്യന് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. ഉച്ചയോടെ രാഘവേട്ടൻ പുറത്തുപോയി വന്നു. അദ്ദേഹം വരുമ്പോൾ മുഖത്ത് വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. ആദിത്യൻ എഴുന്നേറ്റിരുന്നു. എന്താ രാഘവേട്ട? അവൻ ചോദിച്ചു. ഞാൻ ആ സിദ്ധുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. രാഘവേട്ടൻ കസാരയിലിരുന്നു. ആദ്യം കിട്ടിയില്ല. പിന്നെ അവൻ്റെ അച്ഛൻ ഫോൺ എടുത്തു. രാഘവേട്ടൻ ഒരു നിമിഷം നിർത്തി ആദിത്യനെ നോക്കി. സിദ്ധു, അവൻ മരിച്ചുപോയി മോനെ. ആദിത്യൻ മരവിച്ചിരുന്നു. എപ്പോൾ? 1 മാസം മുമ്പ്. അവൻ ഇവിടെ വന്ന് റൂമെടുത്ത് പിറ്റേന്ന് നാട്ടിൽ പോയല്ലോ. അന്ന് രാത്രി തന്നെ അവന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ബൈക്ക് സ്കിഡായി വീണതാ. ഒരാഴ്ച കോമയിലായിരുന്നു. പിന്നെ പോയി. അവൻ്റെ അച്ഛൻ മാനസികമായി ആകെ തകർന്നിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇത്രയും നാൾ എന്നെ വിളിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ആദിത്യൻ്റെ തലയിൽ ഇടിവെട്ടേറ്റതുപോലെ തോന്നി. സിദ്ധു 1 മാസം മുമ്പ് മരിച്ചു. അപ്പോൾ താൻ ആരുടെ കൂടെയാണ് താമസിച്ചത്? താൻ ഭക്ഷണമുണ്ടാക്കി കൊടുത്തത്, സംസാരിച്ചത് എല്ലാം ആരുടെ കൂടെയാണ്? തൻ്റെ കയ്യിൽ സ്പർശിച്ച ആ തണുപ്പ്, അത് ശവത്തിൻ്റെ തണുപ്പായിരുന്നോ? പക്ഷേ രാഘവേട്ട, ഞാൻ ഇന്നലെ രാത്രി കൂടി അവനോട് ഫോണിൽ സംസാരിച്ചതാണ്, ആദിത്യൻ പറഞ്ഞു. അത് നിനക്ക് തോന്നിയതാകും മോനെ, പനിയുടെ വിഭ്രാന്തി. അല്ല, അത് തോന്നലല്ല, ഉറപ്പാണ്, അവൻ പറഞ്ഞു. തൻ്റെ ഫോണിൽ ഇപ്പോഴും ആ കോൾ ലോഗുണ്ട്. ഇന്നലെ രാത്രി 11:30 വിളിച്ച 12 സെക്കൻഡ് നീണ്ട കോൾ. അവൻ ഫോൺ എടുത്തു നോക്കി. കോൾ ലോഗിൽ ആ നമ്പറില്ല. അവൻ അമ്പരന്നു പോയി. ഇന്നലെ രാത്രി കേട്ട ശബ്ദം, അത് സത്യമായിരുന്നില്ലേ? പക്ഷെ ഫോണിൻ്റെ ഗാലറിയിൽ അവൻ അറിയാതെ എടുത്ത ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആദിത്യൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പുതിയ വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ ശ്രമിച്ചിരുന്നു. ആദ്യ ആഴ്ചയിൽ. അന്ന് നെറ്റ് കിട്ടാത്തതുകൊണ്ട് അത് അപ്ലോഡായില്ല. അവൻ ആ ഫോട്ടോ എടുത്ത് നോക്കി.
ഹാളിലിരിക്കുന്ന സിദ്ധുവിൻ്റെ ഫോട്ടോ. പക്ഷേ ഫോട്ടോ സൂം ചെയ്തപ്പോൾ അവൻ കണ്ടു സോഫയിൽ ആരുമില്ല. പക്ഷെ സോഫയുടെ കുഷ്യൻ അമർന്നിരിക്കുന്നു. അവിടെ ആരോ ഇരിക്കുന്നുണ്ടെന്ന് വ്യക്തം. കൂടാതെ സോഫയ്ക്ക് പിന്നിലെ ഭിത്തിയിൽ ഒരു നിഴൽ, മനുഷ്യൻ്റേതല്ലാത്ത വികൃതമായ കൈകൾ നീട്ടി നിൽക്കുന്ന ഒരു നിഴൽ. ആദിത്യൻ ഭയത്തോടെ ഫോൺ താഴെ വെച്ചു. സിദ്ധു മരിച്ചു. പക്ഷേ അവൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ അവനായി വന്ന ആ രൂപം, അത് തന്നെ വിട്ടുപോയിട്ടില്ല. എനിക്കിനി അവിടെ താമസിക്കാൻ പറ്റില്ല രാഘവേട്ട, ആദിത്യൻ പറഞ്ഞു. വേണ്ട മോനെ, നീ ഇനി അങ്ങോട്ട് പോകണ്ട. സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ പൂജാരിയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് നോക്കട്ടെ. വൈകുന്നേരം പൂജാരി വന്നു. അദ്ദേഹം രാഘവേട്ടൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോയി. ആദിത്യൻ അവരോടൊപ്പം പോയില്ല. അവൻ രാഘവേട്ടൻ്റെ വീട്ടിലെ വരാന്തയിലിരുന്നു. അവർ വീടിനുള്ളിലേക്ക് കയറി. കുറച്ച് സമയം കഴിഞ്ഞ് വലിയ ബഹളങ്ങൾ കേട്ടു. പൂജാരിയും രാഘവേട്ടനും പുറത്തേക്ക് ഓടി വരുന്നത് ആദിത്യൻ കണ്ടു. പൂജാരിയുടെ മുഖം വിയർത്തു കുളിച്ചിരുന്നു. നായരെ, അവിടെ ആരുമില്ല എന്നല്ലേ പറഞ്ഞത്? പൂജാരി കിതച്ചുകൊണ്ട് ചോദിച്ചു. അതേ തിരുമേനി, രാഘവൻ നായർ കിതച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അവിടെ ഒരാളുണ്ട്. അല്ല, ഒരാളല്ല, അത് വേറെന്തോ ആണ്. പൂജാരി ആദിത്യനെ നോക്കി. കുട്ടി ആരുടെ കൂടെയാണ് ഇത്രയും നാൾ കഴിഞ്ഞത്? ആ വീട്ടിൽ നിറയെ സാന്നിധ്യമാണ്. ഒരു പ്രേതമല്ല, ഒരു കൂട്ടം. അവർ ഒരാളെ കാത്തിരിക്കുകയാണ്. അവർക്കൊരാളെ വേണം കൂട്ടിന്. ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. രാഘവേട്ടൻ്റെ വീട്ടിലെ ഫോൺ ബെല്ലടിച്ചു. രാഘവേട്ടൻ ഫോൺ എടുത്തു. ഹലോ. അദ്ദേഹം ആദിത്യനെ നോക്കി. മുഖം വിളറി വെളുത്തു. ആദിത്യ, നിനക്കാണ്. ആദിത്യൻ വിറയിലോടെ ഫോൺ വാങ്ങി. ഹലോ. മറുതലക്കിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആദിത്യൻ, ഞാൻ പുറത്തുണ്ട്. പൂജാരിയെ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആളുകളെ ഇഷ്ടമല്ലെന്ന്. സിദ്ധുവിൻ്റെ ശബ്ദം. ആദിത്യൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഗേറ്റിന് പുറത്ത് റോഡിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു രൂപം നിൽക്കുന്നു. അത് സിദ്ധുവാണ്. അവൻ കൈവീശി കാണിക്കുന്നു. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ചോറുണ്ടാക്കണ്ടേ? ഫോണിലൂടെ അവൻ്റെ ശബ്ദം മുഴങ്ങി. രാഘവേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് മങ്ങിയ വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ രൂപം അനങ്ങാതെ നിന്നു. സിദ്ധുവിൻ്റെ അതേ രൂപം. അവൻ ധരിച്ചിരുന്നത് ആദിത്യൻ ആദ്യം കാണുമ്പോൾ കണ്ട അതേ ഇളം നീല ഷർട്ടായിരുന്നു. പക്ഷെ ആ ഷർട്ട് ഇപ്പോൾ വല്ലാതെ മുഷിഞ്ഞും ചിലയിടങ്ങളിൽ കീറിയും ഇരിക്കുന്നുണ്ടായിരുന്നു. മോനെ, അകത്തേക്ക് പോ. രാഘവേട്ടൻ ആദിത്യനെ ബലമായി വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പൂജാരി തിരുമേനി വരാന്തയിലെ തൂണിൽ ചാരി നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കടുത്ത ആശങ്ക നിഴലിച്ചിരുന്നു. രാഘവേട്ടൻ മുൻവാതിൽ കുറ്റിയിട്ടു. ജനലുകളെല്ലാം അടച്ചു. ഭയപ്പെടേണ്ട, വീടിനകത്തേക്ക് അത് വരില്ല, പൂജാരി പറഞ്ഞു. അതിന് നിന്റെ അനുവാദം വേണം. അതുകൊണ്ടാണത് നിന്നെ വിളിക്കുന്നത്. നീ മനസ്സുകൊണ്ട് സമ്മതിച്ചാൽ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് ചെന്നാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല. ആദിത്യൻ സോഫയിൽ ചുരുണ്ടുകൂടി. പുറത്തുനിന്ന് വീണ്ടും വിളി കേട്ടു. ആദിത്യൻ, നീ വാതിലടച്ചോ? എനിക്ക് തണുക്കുന്നു. വാതിൽ തുറക്ക്. ശബ്ദം വരുന്നത് ഗേറ്റിന് പുറത്തുനിന്നല്ല, മറിച്ച് രാഘവേട്ടൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നാണെന്ന് തോന്നി. അത്രയും അടുത്ത്. രാഘവേട്ടൻ വിറയലോടെ പൂജാരിയെ നോക്കി. തിരുമേനി, അത് വരാന്തയിലെത്തിയോ? ഇല്ല, അത് മനസ്സിൻ്റെ തോന്നലാണ്. ശബ്ദം പലയിടത്തു നിന്നും കേൾപ്പിക്കാൻ അതിന് കഴിയും. കാതുപൊത്തിയിരിക്കുക. രാത്രി നീണ്ടുപോയി. ആദിത്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ ജനൽപ്പാളികളിൽ വിരൽ കൊണ്ടുള്ള മുട്ടലുകൾ കേൾക്കാം. ആദിത്യൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ 30 ദിവസത്തെ ഓർമ്മകൾ ഇരച്ചുകയറി. താൻ ആരുടെ കൂടെയാണ് ജീവിച്ചത്? ആർക്കാണ് താൻ ഭക്ഷണം വിളമ്പിയത്? അവൻ ഓർത്തു. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ സിദ്ധു തൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കും. സിദ്ധുവിൻ്റെ ശ്വാസം തൻ്റെ ദേഹത്ത് തട്ടും. ആ ശ്വാസത്തിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഒരു ദിവസം തൻ്റെ വിരൽ മുറിഞ്ഞപ്പോൾ സിദ്ധു അത് നോക്കി നിന്നത്. ആ നോട്ടത്തിൽ അന്ന് കാണാത്ത ഒരു ആർത്തി ഇപ്പോൾ ആദിത്യൻ ഓർത്തെടുത്തു. പുലർച്ചെ 3 മണിയായപ്പോൾ പുറത്തെ ശബ്ദങ്ങൾ നിലച്ചു. പക്ഷെ വീടിനുള്ളിലെ മരവിപ്പ് മാറിയില്ല. ആദിത്യൻ എഴുന്നേറ്റ് ജനൽ വിരി അല്പം മാറ്റി നോക്കി. പുറത്താരുമില്ല, മൂടൽമഞ്ഞു മാത്രം. പക്ഷേ പഴയ വീടിൻ്റെ വരാന്തയിൽ ഒരു വെളിച്ചം. അവൻ സൂക്ഷിച്ചു നോക്കി.
അവിടെ സിദ്ധു ഇരിക്കുന്നു, കസേരയിൽ. അവൻ ആദിത്യനെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ മടിയിൽ ആദിത്യൻ്റെ ബാഗ് ഇരിക്കുന്നു. അവനൊരു കൈ ഉയർത്തി ആദിത്യനെ വിളിച്ചു. ആദിത്യൻ പെട്ടെന്ന് വിരി വലിച്ചിട്ടു. രാവിലെ വെളിച്ചം വീണതോടെ അന്തരീക്ഷത്തിന് അല്പം മാറ്റം വന്നു. പൂജാരി തിരുമേനി പോകാനിറങ്ങി. ആദിത്യൻ ഇനി ആ വീട്ടിലേക്ക് പോകരുത്, സാധനങ്ങൾ എടുക്കാൻ പോലും പോകരുത്, അത് മറ്റാരെയെങ്കിലും കൊണ്ട് എടുപ്പിക്കാം, അദ്ദേഹം പറഞ്ഞു. തിരുമേനി, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? സിദ്ധു മരിച്ചെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ആദിത്യൻ ചോദിച്ചു. തിരുമേനി ആദിത്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ വീട്, അത് കാലങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ചിലയിടങ്ങൾക്ക് ഒരു ഓർമ്മശക്തിയുണ്ട്. അവിടെ വന്നു പോകുന്നവരുടെ ആഗ്രഹങ്ങളെയും സങ്കടങ്ങളെയും അത് വലിച്ചെടുക്കും. സിദ്ധു അവിടെ വന്നപ്പോൾ അവനും ഒറ്റയ്ക്കായിരുന്നു. അവനും കൂട്ടിനൊരാളെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അവൻ മരിച്ചതോടെ ആ ആഗ്രഹം അവിടെ തന്നെ തങ്ങി നിന്നു. നീ വന്നപ്പോൾ നിന്റെ ഏകാന്തതയും ആ വീടിൻ്റെ ആഗ്രഹവും കൂടി ചേർന്നപ്പോൾ അതൊരു രൂപമെടുത്തു. നീ കണ്ട സിദ്ധു യഥാർത്ഥത്തിൽ നിന്റെ തന്നെ മനസ്സിൻ്റെ സൃഷ്ടിയാകാം, അല്ലെങ്കിൽ ആ വീട് നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു കെണിയാകാം. അപ്പോൾ ഞാൻ തനിച്ചായിരുന്നോ? അതെ, നീ തനിച്ചായിരുന്നു. നീ ഉണ്ടാക്കിയ ഭക്ഷണം നീ തന്നെ കഴിച്ചു. നീ സംസാരിച്ചത് നിന്നോട് തന്നെയാണ്. പക്ഷേ നിന്റെ കൺമുന്നിൽ അത് വേറെ ഒരാളായി തോന്നിപ്പിച്ചു. അതൊരു ബാധയാണ്, കൂട്ടുകൂടുന്ന തരം ബാധ. ആദിത്യൻ നടുങ്ങിപ്പോയി. താൻ തനിച്ചായിരുന്നു എന്ന് വിശ്വസിക്കാൻ അവന് പ്രയാസം തോന്നി. സിദ്ധുവിൻ്റെ സ്പർശനം, അവൻ്റെ ചിരി, അവൻ്റെ നോട്ടം, അതെല്ലാം വെറും മായയായിരുന്നോ? അല്ല, ആദിത്യന് ഉറപ്പായിരുന്നു അത് വെറും ഒരു തോന്നലല്ല. കാരണം ആ കയ്യിലെ തണുപ്പ്, അത് യഥാർത്ഥമായിരുന്നു. ഉച്ചയോടെ ആദിത്യൻ്റെ സുഹൃത്തുക്കൾ വന്നു. മഹേഷും മറ്റ് രണ്ടുപേരും. രാഘവേട്ടൻ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് അവർ വന്നത്. അവർ ആദിത്യൻ്റെ സാധനങ്ങൾ എടുക്കാൻ ആ വീട്ടിലേക്ക് പോയിട്ട് അവർ വേഗം തിരിച്ചു വന്നു. എടാ, നിന്റെ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരുടെയും സാധനങ്ങളില്ല, മഹേഷ് പറഞ്ഞു. പിന്നെ ആ വീട്, നിനക്ക് എങ്ങനെയാടാ അവിടെ നിൽക്കാൻ കഴിഞ്ഞത്? ശ്വാസം മുട്ടുന്ന പൊടിയാണ്, വർഷങ്ങളായി തുറക്കാത്തതുപോലെ. ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. മഹേഷിൻ്റെ കയ്യിൽ ആദിത്യൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. ഇതാ നിന്റെ ഫോൺ, ഇതവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എങ്ങനെ അവിടെ എത്തിയെന്ന് അവന് മനസ്സിലായില്ല. ആദിത്യൻ ഫോൺ വാങ്ങി. അവൻ ഗാലറി നോക്കി. തലേന്ന് രാത്രി എടുത്ത ഒരു ഫോട്ടോ, അതിൽ സോഫയിൽ ഇരിക്കുന്ന നിഴൽ രൂപം. അവൻ ഫോട്ടോ മഹേഷിനെ കാണിച്ചു. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മഹേഷ് ഫോട്ടോയിലേക്ക് നോക്കി. അവൻ നെറ്റി ചുളിച്ചു. എന്ത്, ഇതിൽ വെറും സോഫയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ആദിത്യൻ ഫോൺ വാങ്ങി നോക്കി. ശരിയാണ്, ആ ഫോട്ടോയിൽ ഇപ്പോൾ ഒന്നുമില്ല, വെറും ഒഴിഞ്ഞ സോഫ മാത്രം. ആ നിഴൽ രൂപം മാഞ്ഞുപോയിരിക്കുന്നു. അല്ലെങ്കിൽ അത് തനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ആദിത്യൻ അന്ന് തന്നെ എറണാകുളം വിടാൻ തീരുമാനിച്ചു. ആലപ്പുഴയിലെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. കുറച്ചുനാൾ ലീവ് എടുത്ത് അവിടെ നിൽക്കണം. രാഘവേട്ടനോട് യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പൊയ്ക്കോളൂ, ഇവിടെ നടന്നതൊക്കെ മറന്നേക്ക്. ആ വീട്, അത് ഞാൻ പൊളിച്ചു കളയാൻ പോവുകയാണ്. ഇനി ആരും അവിടെ താമസിക്കണ്ട, അദ്ദേഹം പറഞ്ഞു. ടാക്സിയിൽ കയറി പോകുമ്പോൾ ആദിത്യൻ വീടിൻ്റെ നേരെ നോക്കിയില്ല. പക്ഷെ കാർ ഗേറ്റ് കടന്നപ്പോൾ അവനൊരു തോന്നൽ, പിന്നിൽ ആരോ നിന്ന് നോക്കുന്നു. അവൻ റിയർവ്യൂ മിററിലൂടെ നോക്കി. ആ വീടിൻ്റെ വരാന്തയിൽ ഗ്രില്ലിൽ പിടിച്ച് രണ്ടുപേർ നിൽക്കുന്നു. ഒന്ന് സിദ്ധു, രണ്ടാമത്തേത് ആദിത്യൻ തന്നെയായിരുന്നു. അല്ല, ആദിത്യൻ്റെ രൂപത്തിലുള്ള മറ്റൊരാൾ. ആ രണ്ടു രൂപങ്ങളും കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല, ഒഴിഞ്ഞ വരാന്ത മാത്രം. പക്ഷെ കാറിനുള്ളിൽ പെട്ടെന്നൊരു തണുപ്പ് വ്യാപിച്ചു. AC ഇല്ലാതിരുന്നിട്ടും അസഹനീയമായ തണുപ്പ്. സാറേ, പെട്ടെന്ന് നല്ല തണുപ്പ്, മഴ പെയ്യുമെന്ന് തോന്നുന്നു, ഡ്രൈവർ പറഞ്ഞു. ആദിത്യൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അവന് മനസ്സിലായി, താൻ അവിടെ നിന്ന് പോന്നെങ്കിലും തൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ തൻ്റെ നിഴൽ, അത് ആ വീട്ടിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, സിദ്ധുവിനൊപ്പം. 3 വർഷങ്ങൾക്ക് ശേഷം. ആദിത്യനിപ്പോൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അവൻ വിവാഹിതനായി. ഭാര്യ രേവതി. അവർക്കൊരു ചെറിയ കുഞ്ഞുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം അവൻ മറക്കാൻ ശ്രമിച്ചു. എങ്കിലും തണുപ്പ് കാലത്ത് അവന് വല്ലാത്ത ഭയം തോന്നും.
ഒറ്റയ്ക്കിരിക്കാൻ അവൻ പേടിച്ചു. രാത്രികളിൽ ഉറക്കത്തിൽ അവൻ ഞെട്ടി എഴുന്നേൽക്കും. ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ. വാടക വാടക ബാക്കിയാണ്. ഒരു ദിവസം ഓഫീസിൽ വെച്ച് അവനൊരു പുതിയ കൊളീഗിനെ പരിചയപ്പെട്ടു. പേര് വിഷ്ണു. വിഷ്ണു ആദിത്യൻ്റെ തൊട്ടടുത്ത സീറ്റിലാണ് ഇരുന്നത്. ഹായ് ആദിത്യൻ, ഞാൻ പുതിയതാണ്. വിഷ്ണു കൈനീട്ടി. ആദിത്യൻ ആ കൈ പിടിച്ചു. ഒരു നിമിഷം ആദിത്യൻ്റെ രക്തം മരവിച്ചുപോയി. അതേ തണുപ്പ്, ശവത്തിൻ്റെ തണുപ്പ്. ആദിത്യൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവൻ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണു ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചിരി, അത് ആദിത്യന് പരിചിതമായിരുന്നു. കണ്ണുകളിൽ ജീവനില്ലാത്ത, ചുണ്ടുകൾ മാത്രം അനങ്ങുന്ന ചിരി. എന്താ ആദിത്യൻ, കൈ വിറയ്ക്കുന്നു? വിഷ്ണു ചോദിച്ചു. ഓ, ഒന്നുമില്ല, എനിക്ക് ചെറിയ പനിയാണ്, ആദിത്യൻ പറഞ്ഞു. സാരമില്ല, നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. വിഷ്ണു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അവൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ആദിത്യൻ നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വിരലുകൾ കീബോർഡിൽ തൊടുന്നില്ല. വായുവിൽ ടൈപ്പ് ചെയ്യുകയാണ്. പക്ഷേ സ്ക്രീനിൽ അക്ഷരങ്ങൾ തെളിയുന്നുണ്ട്. പിന്നെ അവൻ ശ്രദ്ധിച്ചു, വിഷ്ണുവിൻ്റെ കസാരയ്ക്ക് താഴെ നിഴലില്ല. ആദിത്യൻ്റെ ഫോൺ ബെല്ലടിച്ചു. അൺനോൺ നമ്പർ. അവൻ ഫോൺ എടുത്തു. ഹലോ. മറുതലയ്ക്കൽ ആ പഴയ ശബ്ദം. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തിയല്ലോ. നമ്മൾ വീണ്ടും റൂംമേറ്റ്സ് ആയി ആദിത്യൻ. ആദിത്യൻ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ പതുക്കെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു അവനെ നോക്കി കണ്ണുറക്കി കാണിച്ചു. ആദിത്യൻ ഭയന്നില്ല. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. നിഴലുകൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. വെളിച്ചമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഇരുട്ട് വീഴുന്നതുവരെ അത് കൂടെ തന്നെയുണ്ടാകും. അവൻ ഫോൺ വെച്ചു. ജോലി തുടർന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അകത്ത് AC യുടെ തണുപ്പിനേക്കാൾ വലിയൊരു മരവിപ്പ് ആദിത്യനെ പൊതിഞ്ഞു നിന്നു.